ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പർ ശേഖരിച്ച ശേഷം അവരെ ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്നതിനെതിരെ കേരള പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. വിദേശത്തുള്ള സുഹൃത്തോ ബന്ധുവോ അവിടെ നിയമലംഘനത്തിന് തടവിലാണെന്നും മോചനത്തിനായി അടിയന്തരമായി പണം നൽകണമെന്നും തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നു. ഇക്കാര്യങ്ങൾ വിശ്വസിപ്പിക്കുന്നതിനായി പോലീസ് ഓഫീസർ എന്ന് തെളിയിക്കുന്ന വ്യാജ ID കാർഡ്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വ്യാജരേഖകൾ എന്നിവ തട്ടിപ്പുകാരൻ അയച്ചു നൽകും. തുടർന്ന് വ്യാജ പോലീസ് യൂണിഫോം ധരിച്ച് സ്കൈപ്പ് വീഡിയോ കോളിലൂടെ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയുമാണ് ചെയ്യുന്നത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം തന്നെ വിവരം 1930 എന്ന നമ്പറിൽ അറിയിച്ചിരിക്കണം. എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേക വെബ്സൈറ്റിലും പരാതി നൽകാമെന്നും കേരള പോലീസ് ഓർമ്മിപ്പിച്ചു. ഒമാനിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടതിനാൽ നാളെ ഈദുൽ ഫിത്തറായി ഒമാൻ മതകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ഈദുൽ ഫിത്തർ ആയിരിക്കുമെന്ന് ഖാദിമാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സെയ്ദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ അറിയിച്ചു. ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും ബുധനാഴ്ചയാണ് ചെറിയ പെരുന്നാൾ. പ്രഖ്യാപിത മസ്കറ്റ് മെട്രോ പദ്ധതി സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ പഠനം പൂർത്തിയായതായി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സൗദ് ബിൻ ഹമൂദ് ബിൻ സൗദ് അൽ മൗലവി അറിയിച്ചു. പഠന റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് മുമ്പിൽ ഉടൻ സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 1 ശതകോടി റിയാലാണ് മെട്രോ റെയിൽ നിർമ്മാണത്തിനായി നിക്ഷേപം കണക്കാക്കുന്നത്. 55 കിലോമീറ്റർ മെട്രോ പാതയിൽ 42 പാസഞ്ചർ സ്റ്റേഷനുകളുമുണ്ടാകും. നഗരവികസനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച മസ്കറ്റ് മെട്രോ പദ്ധതിയുടെ റൂട്ട് നിർദ്ദിഷ്ട സുൽത്താൻ ഹൈത്തം സിറ്റി മുതൽ റൂവി വരെയായിരിക്കും. ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ പഠനങ്ങൾ പ്രകാരം മസ്കറ്റ് മെട്രോ ഒരു പ്രധാന മാസ് ട്രാൻസിറ്റ് ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു. മസ്കറ്റ് മെട്രോയുടെ സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് രൂപം നൽകുന്ന പ്രത്യേക സംഘം മുഖേന പദ്ധതി നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കും. ഭവന നഗരാസൂത്രണ മന്ത്രാലയം ഗ്രേറ്റർ മസ്കറ്റ് വികസന പദ്ധതി ആരംഭിക്കുമ്പോൾ ഇതിൽ പൊതുഗതാഗത രംഗത്തിന്റെ നവീകരണം പ്രധാനമായിരിക്കും. വർദ്ധിച്ചുവരുന്ന ഭാവി ജനസംഖ്യയെ ഉൾക്കൊള്ളുക, നിക്ഷേപം ആകർഷിക്കുക, ഗതാഗത സൗകര്യം വികസിപ്പിക്കുക, സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, പരിസ്ഥിതി സംരക്ഷിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈദ് അവധിക്കാലത്ത് ഒമാൻ UAE റോഡുകളിൽ കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അനുഭവസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ഈദിലും നീണ്ട വാരാന്ത്യങ്ങളിലും യാത്ര ബുദ്ധിമുട്ടായിരുന്നു. പലരും മണിക്കൂറുകളോളമാണ് റോഡിൽ കുടുങ്ങിക്കിടക്കാറ്. ഹത്ത റോഡിൽ ഉൾപ്പെടെ കനത്ത ട്രാഫിക് ആയിരിക്കും. ഇത്തവണ ഹത്ത വഴി കുറെ കൂടി സന്ദർശകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിലെ ഏറ്റവും ജനപ്രിയ റൂട്ടുകളിലൊന്നാണിത്. സ്വന്തം വാഹനത്തിൽ UAEയിലേക്ക് പോകുന്നവർ വാഹനരേഖകൾ കരുതണമെന്ന നിർദ്ദേശവുമുണ്ട്. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ മോസലാത്ത് സർവീസുകൾ സാധാരണ നിലയിൽ തുടരും. ബസ്, ഫെറി സേവനങ്ങൾ യാത്രക്കാർക്ക് ഉപയോഗപ്പെടുത്താനാകുമെന്നും ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. ബസ്, ഫെറി സമയക്രമങ്ങളും നിരക്കുകളും മോസലാത്ത് വെബ്സൈറ്റ് വഴിയും 1551 എന്ന നമ്പറിലും അറിയാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഏപ്രിൽ 11 വരെയാണ് ഇത്തവണ പെരുന്നാൾ പൊതു അവധി. വാരാന്ത്യം ഉൾപ്പെടെ 13 വരെ തുടർച്ചയായ ഒഴിവാണ് ലഭിക്കുന്നത്. ഒമാനിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് 154 തടവുകാർക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് മാപ്പ് നൽകി വിട്ടയക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വിട്ടയക്കപ്പെടുന്നവർ. ഒമാന്റെ വിമാന കമ്പനിയായ ഒമാൻ എയർ സമ്മർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. കേരള സെക്ടറിൽ പ്രതിവാര സർവീസുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ 10 സ്ഥലങ്ങളിലേക്കാണ് മസ്കറ്റിൽ നിന്നും നേരിട്ട് സർവീസ് നടത്തുക. സമ്മർ ഷെഡ്യൂൾ പ്രകാരം ആഴ്ചയിൽ വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന സർവീസുകളുടെ എണ്ണം ഇനി പറയുന്നു. ഇന്ത്യ ചെന്നൈ 11, മുംബൈ 10, ഡൽഹി 10, ബാംഗ്ലൂരു 9, ഹൈദരാബാദ് 7, കോഴിക്കോട് 7, കൊച്ചി 14, ഗോവ 5, തിരുവനന്തപുരം 7, ലക്നൗ 11.
GCC ദുബൈയിലേക്ക് 28, കുവൈറ്റ് 10, ദോഹ 14, മദീന 7, ജിദ്ദ 21, റിയാദ് 21, ദമാം 9, ബഹ്റൈൻ 7. മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് അമ്മാൻ 7, കൈറോ 12, സാൻസിബാർ ദാർസലാം 3, പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് 3, ബംഗ്ലാദേശിലേക്ക് 4. ഇതിനു പുറമെ ആഭ്യന്തരമായി സലാലയിലേക്ക് 24 സർവീസും ഖസബിലേക്ക് 6 സർവീസും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒമാനിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായ ജബൽ അക്തറിലേക്ക് യാത്ര എളുപ്പമാക്കുന്നതിന് വിമാന സർവീസുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആലോചിക്കുന്നുണ്ടെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രി സൗദ് ബിൻ ഹമൂദ് അൽ മൗവലി അറിയിച്ചു. റമസാനോടനുബന്ധിച്ച് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ റേഡിയോ മസ്കറ്റ് FM-ഉമായി സഹകരിച്ച് നടത്തിയ ചർച്ചാ പരമ്പരകളുടെ സമാപന എപ്പിസോഡിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുടക്കത്തിൽ ജബൽ അക്തറിനെ വിമാനങ്ങൾ വഴി മസ്കറ്റുമായി ബന്ധിപ്പിക്കും. ഭാവിയിൽ അയൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്താനുള്ള വിപുലീകരണ പദ്ധതികളും ലക്ഷ്യമിടുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂടാതെ മസീറ ദ്വീപിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഹലാലാനിയത്ത് ഐലൻഡ്, അൽ മസ്യൂന വിലായത്തിലേക്ക് പുതിയ റൂട്ടുകളും ഒരുക്കും. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഗതാഗത വ്യോമയാന മേഖലയിലെ വിവിധ തന്ത്രപരമായ പദ്ധതികളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് പദ്ധതികൾ നഗരങ്ങളുടെ ചലനാത്മകതയും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മസ്കറ്റ് മെട്രോ പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷറിൽ നിന്നും വൻതോതിലുള്ള അനധികൃത സിഗരറ്റുകൾ ഒമാൻ കസ്റ്റംസ് അധികൃതർ പിടികൂടി. പ്രവാസി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 8,20,000 സിഗരറ്റാണ് ഒമാൻ കസ്റ്റംസിലെ കംപ്ലയൻസ് ആൻഡ് റിസ്ക് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയത്. നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഷവ്വാൽ മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ചൊവ്വാഴ്ച യോഗം ചേരും. മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക നമ്പറുകളിലൂടെയും വിവരം അറിയിക്കാം. ഒമാനിൽ ചൊവ്വാഴ്ച റമസാൻ 29 മാസപ്പിറവി കാണുകയാണെങ്കിൽ ബുധനാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. ഇല്ലെങ്കിൽ റമസാൻ 30 പൂർത്തീകരിച്ച് ശനിയാഴ്ച ഈദുൽ ഫിത്ർ ആഘോഷിക്കും. രാജ്യത്ത് മാസപ്പിറ കാണുന്നതിന് വിപുലമായ സൗകര്യങ്ങളാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 23 പ്രവാസികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു. അനധികൃത യാത്രക്കാരുമായി എത്തിയ കപ്പലിൽ നിന്നും കോസ്റ്റ് ഗാർഡാണ് ഇവരെ പിടികൂടിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. സോഹർ സൂക്കിൽ പെരുന്നാൾ കച്ചവടങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു. പെരുന്നാൾ ആഘോഷത്തിന്റെ പൊലിമ കൂട്ടാൻ വർണ്ണവിളക്കുകൾ സ്ഥാപിച്ചും കടയ്ക്ക് മുമ്പിൽ സാധനങ്ങൾ പ്രദർശിപ്പിച്ചും ആളുകളെ ആകർഷിക്കുകയാണ്. പെരുന്നാൾ സാധനങ്ങൾ വാങ്ങാൻ സൂക്കിൽ എത്തുന്നവർ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുക്കുന്ന പതിവുണ്ട്. കേരളത്തിൽ വേനൽ ചൂട് ഇനിയും കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2019 ശേഷം സംസ്ഥാനത്തെ റെക്കോർഡ് ചൂട് പാലക്കാട് മുണ്ടൂരിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. തുടർച്ചയായി 3-ാം ദിവസമാണ് പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയത്. ചൂട് കണക്കിലെടുത്ത് വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. തെക്കൻ കേരളത്തിൽ ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്.